തന്നെയാണ് വല്ലാതെ വിഷമം ഉണ്ടാക്കുന്നൊരു വാർത്തയാണ്. കാരണം കേരളം ഇങ്ങനെ പീഡനങ്ങളുടെ നാടായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ. കേരളം മാത്രമല്ല, ലോകത്ത് മൊത്തം പീഡനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പോൾ എന്താണ്, ഒരു 3 വയസ്സുകാരി പെൺകുട്ടിയെ അതിക്രൂരമായി നിരന്തരമായി പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ കുഞ്ഞുങ്ങളിങ്ങനെ പീഡനത്തിനിരയാകുമ്പോൾ നമ്മൾ വലിയവരെ പീഡിപ്പിക്കണമോ അല്ലെങ്കിൽ അത് നല്ലതാണ് എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പീഡനത്തിനിരയാകുമ്പോൾ അത് എത്രമാത്രം സങ്കടകരമാണ്. എന്താണ് നമ്മുടെ ലോകം നന്നാവാത്തത്? ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വാർത്ത ചിലപ്പോൾ നമ്മുടെ തമ്പ് കണ്ടിട്ട് പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും മോശം കമൻറ്റൊക്കെ പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ 3 വയസ്സുകാരി കുഞ്ഞിൻ്റെ യോനിയിൽ, അതിൻ്റെ യോനി എന്ന് പറയുന്നത് 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ യോനി എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിന് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ടെന്നും അത് വളർച്ചയുടെ ഏത് ഘട്ടത്തിലെത്തി എന്നുള്ളതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പോൺ വീഡിയോ കണ്ടിട്ട് 9 വയസ്സായ കുഞ്ഞിന് ആ പോൺ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ എവിടെ അപ്ലൈ ചെയ്യണമെന്നറിയാത്തത് കൊണ്ട് കൂടെയുള്ള തൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന തൻ്റെ ചോരയായ 9 വയസ്സുകാരിയെ ഇരയാക്കിയ സഹോദരനുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം സഹോദരിയെ ആളുകൾക്ക് കാഴ്ചവെക്കുന്ന, കൂട്ടുകാർക്ക് കാഴ്ചവെക്കുന്ന അച്ഛനും സഹോദരനുമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് 6 മാസമായ കുഞ്ഞിനെ അമ്മ കുളിപ്പിക്കാനായി എണ്ണ തേച്ച് കിടത്തിയിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ യോനിയിൽ 60 വയസ്സുകാരനായ അപ്പൂപ്പൻ കാണിക്കുന്ന ചേഷ്ടകൾ കണ്ട് അന്തം വിട്ടു നിന്ന അമ്മമാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഈ 6 മാസവും 1 വയസ്സ് 2 വയസ്സുമായ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ത് വളർച്ചയാണുള്ളത്? എന്ത് സുഖമാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഇത്തരം ലൈംഗിക അവയവങ്ങളിലേക്ക് ഈ പുരുഷന്മാരുടെ ഈ ലൈംഗിക അവയവങ്ങൾ കയറ്റി വിടുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഈ ഒരു സുഖം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇവിടെ കൊല്ലത്തെ ഒരു കിഴക്കൻ മേഖലയിലാണ്. എനിക്ക് തോന്നുന്നു ഒരു ഗ്രാമപ്രദേശമായിരിക്കും. അപ്പോൾ അച്ഛനും അമ്മയും ജോലിക്ക് പോകും. കുഞ്ഞിനെ ജോലിക്ക് പോകുന്ന സമയത്ത് ഒറ്റയ്ക്കാകണ്ട എന്ന് കരുതി സ്കൂൾ വിട്ടൊക്കെ വരുമ്പോഴും അംഗൻവാടിയിൽ നിന്നൊക്കെ വരുമ്പോഴും ഈ പിതൃ സഹോദരനാണ് നോക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആശുപത്രികളിലൊക്കെ പോകും. എന്താവശ്യത്തിന് പോയാലും ഈ പിതൃ സഹോദരൻ്റെ വീട്ടിൽ ആക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ കുഞ്ഞ് കുറച്ച് അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിച്ചു. ഈ സംഭവം ഇത്തരം പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ കുഞ്ഞു കുട്ടിയല്ലേ, അതിനെന്തറിയാം ഇതിനെക്കുറിച്ച്? ഈ വേദന അതെങ്ങനെ സഹിച്ചു എന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു. ഈ അസ്വസ്ഥത കാണിച്ചപ്പോൾ ഇവർ വലിയ കാര്യമാക്കിയില്ല അച്ഛനും അമ്മയും. പിന്നീട് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ വളരെ അമിതമായ വേദന അനുഭവപ്പെടുന്നത് കണ്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും ചെറിയ സംശയം തോന്നി. അവർ ആശാവർക്കറെ അറിയിക്കുന്നു. ആശാവർക്കർ വന്ന് നോക്കിയപ്പോൾ അവർക്ക് കാര്യം കൃത്യമായി മനസ്സിലായി. അവർ ചൈൽഡ് ലൈനിനെ അറിയിക്കുന്നു. ചൈൽഡ് ലൈൻ കൗൺസിലിംഗ് ചെയ്തപ്പോഴാണ് കുഞ്ഞ് പറയുന്ന കാര്യങ്ങൾ കേട്ട് ആ ചൈൽഡ് ലൈനിലുള്ളവർ തന്നെ ഞെട്ടിത്തരിച്ചു പോയി എന്നാണ് പറയുന്നത്. പ്രതിയെ പോലീസ് പിടിച്ചു, റിമാൻഡിലാണ് പ്രതി. ഇപ്പോൾ ഇവനെയൊക്കെ വച്ചേക്കരുത് എന്നാണ് പറയുന്നത്. എന്ത് അവയവം കൊണ്ടാണോ ഇവനെപ്പോലുള്ള കാമഭ്രാന്തന്മാർ ആ പിഞ്ചു കുഞ്ഞിനെ ഇവൻ്റെ സുഖത്തിന് വേണ്ടി ഉപയോഗിച്ചത്, ആ അവയവം മുറിച്ച് കളയണം എന്നുള്ളതാണ്. 9ാം ക്ലാസ്സിലൊക്കെ ആയതിനു ശേഷമാണ് ഈ പ്രൊഡക്ഷനെ കുറിച്ചും പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്നത്. അതിനു മുന്നേ വരെ നമുക്കിത് ഭയമാണ്. ഇത് ആ പുരുഷനുമായി സംസാരിച്ചാൽ പോലും അത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിലൂടെ കടന്നു വന്ന ആളുകളാണ് പല സ്ത്രീകളും. അവിടെയാണ് ഈ കൊച്ചുകുട്ടി. ഒന്ന് ആലോചിച്ച് നോക്കും വാർത്ത. 3 വയസ്സായ കൊച്ചുകുട്ടി, അവൾക്ക് എന്തറിയാം? ഇതിങ്ങനെ തന്നെ പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത നെഞ്ചുരുകൽ എന്നൊക്കെ പറയില്ലേ, അതാണ് എൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ. കാര്യം പുരുഷവർഗത്തിലായതുകൊണ്ട് മാത്രം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട, ഓരോ പുരുഷനും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരവസ്ഥ. കാരണം പക്ഷെ പുരുഷന്മാരെ മാത്രം ഞാൻ പറയുന്നില്ല. അപ്പോൾ നേരെ തിരിച്ച് ആൺകുട്ടികളെ പീഡിപ്പിക്കുന്ന ആൾക്കാരുമുണ്ട്. അതും പുരുഷന്മാർ തന്നെ ആൺകുട്ടികളെ പീഡിപ്പിക്കുന്ന ആളുകളുണ്ട്. ഞാനൊന്ന് ഇടപെടുന്നതുകൊണ്ട് ക്ഷമിക്കുക. കേരളത്തിൽ ഏതോ ഒരു കോളേജിലാണ് കൂട്ടുകാരന്മാർ ചേർന്ന് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ഒരു ആൺകുട്ടി, എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ, വാർത്തയിലൊക്കെ വന്നതാണ്. അത് ആത്മഹത്യ ചെയ്തു, തൂങ്ങി മരിച്ചു. അതിനിത് സഹിക്കാൻ നിരന്തരം അതിനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിക്കൊണ്ട് സഹിക്കാൻ കഴിയാതെ അത് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നു. പഠിപ്പിക്കുന്ന അധ്യാപകർ, പിന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളെ ഉപദ്രവിക്കുന്ന എത്രയോ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്.
നമുക്കിതൊക്കെ നമ്മൾ സംസാരിച്ചു, വാർത്ത കഴിഞ്ഞു, കുറേ പേർ കാണും, കുറേ ആണുങ്ങൾ തെറി വിളിക്കും, കുറേ പേർ അതിനെതിരെ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ അല്ലെങ്കിൽ നമ്മൾക്കെതിരെ കുറേ കമൻറ്റുകൾ പറയും. വീണ്ടും ഇതൊക്കെ ഇവിടെ നടക്കുക തന്നെ ചെയ്യും. അത് ഏറ്റവും പ്രധാനമായി ധന്യ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഈ വിഷയത്തിലേക്ക് ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇത് എന്താണ് ഒരു പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ വളരെ ശക്തമായി ഗവൺമെൻറ്റും സംവിധാനങ്ങളും ഇടപെടേണ്ട ഒരു വിഷയമാണിത്. കാര്യം ലൈംഗിക വിദ്യാഭ്യാസം എന്നത് സാർവത്രികമാക്കണമെന്നാണ്. ഒരു മതത്തിൻ്റെയും ഏതെങ്കിലും ഒരു മതമോ ആ മതത്തിലെ ആളുകളോ ഇതിനെതിരെ പറയുന്നത് കൊണ്ട് വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ടോ ഒന്നും തന്നെ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാർവത്രികമായ ഒരു ആശയത്തെ ഒരിക്കലും സർക്കാർ പുറകോട്ട് കളയും. പ്രത്യേകിച്ച് കേരളം പോലുള്ളൊരു സമൂഹത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. തൻ്റെ ശരീരത്തിൽ ഗുട്ടച്ചും ബാറ്റച്ചും ഒരു പെൺകുട്ടിയെ ചെറുപ്പം മുതലേ പഠിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം. മാത്രമല്ല ആരിൽ നിന്നൊക്കെയാണ് പെൺകുട്ടികൾ പീഡനത്തിനിരയാകുന്നത്? അച്ഛനിൽ നിന്ന്, സഹോദരനിൽ നിന്ന്, അച്ഛൻ്റെ സഹോദരനിൽ നിന്ന്, അപ്പൂപ്പനിൽ നിന്ന്, അറിയാത്ത ആളുകളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, ഇങ്ങനെയെല്ലാം നേരിടുന്ന സമയത്ത് ഒരു ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കുന്ന മറ്റ് പുരുഷന്മാർ ഇങ്ങനെ വല്ലാത്തൊരു ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനും കൃത്യമായി ഇത്തരം ആളുകളുടെ സ്വഭാവ വൈകല്യങ്ങൾ കണ്ടെത്താനും ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാർവത്രികമായ മനോരോഗ നിവാരണ പരിപാടി, അതായത് മാനസികാരോഗ്യ പദ്ധതി കൂടി നമ്മുടെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കണമെന്നാണ്. വിദ്യാലയങ്ങളിൽ തൊട്ട് ആൺകുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരം കാര്യങ്ങൾ പകർന്നു കൊടുക്കാനും അവരുടെ ഈ ഡിസോർഡറുകളുണ്ട്, അതായത് പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ, ഇത് തിരിച്ചറിയാനുള്ള സ്ക്രീനിങ്ങുകൾ നടത്താനും ഒക്കെയുള്ള സംവിധാനങ്ങൾ സർക്കാർ ഉണ്ടാക്കണം. ഇത്തരം സ്ക്രീനിങ്ങുകൾ നടത്തിയാൽ തന്നെ അത് ഹൈസ്കൂളിലും UP തലത്തിൽ ഹൈസ്കൂളിൽ കോളേജുകളിൽ അല്ലാതെയുള്ള ആളുകളെല്ലാം തന്നെ ഈ സ്ക്രീനിങ് നിരന്തരമായി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മാറ്റം ഇത്തരം പീഡനങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ കർശനമായ ശിക്ഷ. വ്യാജ പോക്സോ കേസുകളെക്കുറിച്ചോ വ്യാജ കേസുകളെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. ഈ ഇത്തരം പീഡനങ്ങളിൽ പിടിക്കപ്പെടുന്ന ആളുകൾക്ക് മാതൃകാപരമായ ശിക്ഷ, അത് ഒരു തടവോ, അയാൾക്കൊരു ഒരു തെറ്റുപറ്റി, നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ എങ്ങനെയാണ്, ഒരു തെറ്റുപറ്റി അതുകൊണ്ട് ഒരു അല്പകം ശിക്ഷിക്കാം എന്നിട്ട് തിരിച്ചു വന്ന് നന്നാവട്ടെ എന്നതാണ് ഇന്ത്യയുടെ. അതെ, ഞാൻ അതുതന്നെയാണ്, അതാണ് ഇത് ഭയങ്കര ധാർമ്മികമായ രോക്ഷത്തോടെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് വളരെ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാവണം. വളരെ ഇനി ആരും ആവർത്തിക്കാത്ത വിധത്തിലുള്ള, ഇപ്പം അറബ് രാജ്യങ്ങളിലെ ശിക്ഷയൊക്കെ ഇവിടെ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ വധശിക്ഷ കൃത്യമായ തെളിവോടുകൂടി അത് തെളിയിക്കപ്പെട്ടാൽ വധശിക്ഷയല്ലാതെ വേറൊന്നും ഇല്ല എന്നുള്ള രീതിയിലേക്ക് വരണം. ആ സമയത്ത് തന്നെ ഇത്തരം പീഡനങ്ങൾ ഒരുപാട് കുറയും. പിന്നെ ധന്യ പറഞ്ഞതുപോലെ ഓരോ പെൺകുട്ടിയും ഇത് അനുഭവിക്കുമ്പോൾ അവരുടെ ജീവിതം തന്നെയാണ് നഷ്ടപ്പെടുന്നത്. അവരുടെ ജീവിതം നഷ്ടപ്പെടുന്നു എന്ന് ഞാൻ പറയുന്നത് ഈ പരമ്പരാഗതമായ വിശ്വാസത്തിന്റെ പുറത്തൊന്നുമല്ല. അവരുടെ മനസ്സിലേൽക്കുന്ന ആഘാതം, അത് കൊണ്ട് അവർക്കുണ്ടാകുന്ന ഡിസോർഡറുകൾ ഒരിക്കലും മനുഷ്യന് മനസ്സിലാവാത്ത തരത്തിലേക്ക് അവർക്ക് ആ പ്രശ്നം കൊണ്ട് പോവാണ്. തിരിച്ചു വരാൻ കഴിയില്ല. നമ്മൾ എത്ര ബോൾഡാണ്, നമ്മൾ എത്രയൊക്കെ തിരിച്ചു വരാം എന്നൊക്കെ ശ്രമിച്ചാലും നമ്മളെ ഈ ഒരു സാധനം നമ്മളെ വല്ലാതെ നമ്മുടെ മനസ്സിനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആണുങ്ങളെ കാണുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ സാമീപ്യം വരുമ്പോഴോ നമ്മളെ ഇപ്പം നമ്മുടെ ഭർത്താവ് നമ്മളെടുത്ത് വരുമ്പോൾ നമുക്ക് ആ ഭയം തോന്നില്ല. കാരണം അത് നമ്മുടെ ആളാണ് എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകും. നമ്മുടെ മകനോട് അല്ലെങ്കിൽ നമ്മുടെ മകളോട്, നമ്മുടെ സഹോദരങ്ങളോടൊന്നും നമുക്ക് ഈ ഒരു പ്രശ്നം വരില്ല. പക്ഷേ അതിന് പുറത്തൊരാൾ നമ്മളോട് കുറച്ചു നേരം കൂടുതൽ സംസാരിക്കുമ്പോൾ പോലും നമ്മളെ ചിന്ത അടുത്ത സെക്കൻഡിൽ ഇയാൾ നമ്മളെന്തെങ്കിലും ചെയ്യുമോ. ഭീകരമാണ് എന്തായാലും കാര്യങ്ങൾ. മാത്രമല്ല ഇത്തരം പെൺകുട്ടികൾ പിന്നീട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ മാനസിക, ഈ ആളുകൾ വിചാരിക്കുന്നത് മാനസികമായ ആകാംക്ഷ എന്താണ് എന്ന് ഇവർക്ക് അറിയില്ല. സ്ട്രെസ്സോ അല്ലെങ്കിൽ ഡിപ്രഷനോ, ചെറിയ സങ്കടം വരുമ്പോൾ അത് ഡിപ്രഷൻ ആണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊന്നും അല്ല യഥാർത്ഥത്തിൽ ഡിപ്രഷനോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇവർക്ക് ശാരീരികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇവർ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ, ഇവർക്ക് എങ്ങനെയാണ് അത് നമുക്ക് വേർതിരിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയുക എന്നതിലേക്ക് അപ്പുറമാണ് എന്ന് പഠനങ്ങളും അനുഭവസ്ഥരും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത്തരം നീച കൃത്യങ്ങളിൽ നിന്ന് ഇവരൊക്കെ മാറി നിൽക്കാൻ അല്ലെങ്കിൽ ഇവരെയൊക്കെ മാറ്റി നിർത്താൻ ആവശ്യമായ നടപടികൾ ഉണ്ടാവട്ടെ. ആർക്കും പിഞ്ചു മക്കളെ ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കട്ടെ. അവരൊക്കെ നമ്മുടെ മക്കളാണ് എന്നുള്ള രീതിയിൽ പോകാൻ കഴിയട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ.